ഗുഡ് മോർണിംഗ്. ഗ്രാഫിക്സിലെ അടുത്ത ഫംഗ്ഷൻ പറയാണ് സെറ്റ് ബി കെ കളർ. വൺ വേർഡാണ്. സെറ്റ് ബി കെ കളർ വൺ വേർഡാണ്. ഇറ്റ് സെറ്റ്സ് ദി കറണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ യൂസിങ് ദി പാലറ്റ്. ഒരു കളറിൻ്റെ സെറ്റാണ് പാലറ്റ്. അപ്പോൾ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സെറ്റ് ബി കെ കളർ. സിൻടാക്സ് ആണ് സെറ്റ് ബി കെ കളർ ഇൻറ്റ് കളർ. ഇതിൻ്റെ ഒരു പാരാമീറ്റർ ഉള്ളു കളർ. അതായത് കളറിൻ്റെ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ കളറിൻ്റെ നെയിം കൊടുക്കുക. സെറ്റ് ബി കെ കളർ പാരാമീറ്റർ കളറാണ്. അപ്പോൾ ഒരു പാരാമീറ്ററേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെറ്റ് ബി കെ കളർ. നെക്സ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ. സെറ്റ് ദി കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ഗ്രാഫിക്സ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ. ഒരു സിൻടാക്സ് ഇതാണ് വോയിഡ് സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ. 3 പാരാമീറ്റേഴ്സ് അവിടെ വരും. ഇൻ ഫോണ്ട്, ഇൻ ഡിറക്ഷൻ, ഇൻ ക്യാർ സൈസ്. അപ്പോൾ 3 പാരാമീറ്റേഴ്സാണ് അവിടെ വരുന്നത്. ഇതിൽ 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഫോണ്ട്, ഡിറക്ഷൻ, ക്യാർ സൈസ്. ഈ ഒരു സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈലിൽ നിന്നുള്ളത് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിറക്ഷൻ വിച്ച് ദ ടെക്സ്റ്റ് ഈസ് ടു ബി ഡിസ്പ്ലേ. ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആയ ഡിറക്ഷൻ ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്നുള്ള ഡിറക്ഷൻ സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് അവിടുത്തെ സൈസ്, ആ ക്യാരക്ടറിൻ്റെ സൈസ്. നമ്മളൊരു സ്ട്രിങ് അല്ലെങ്കിൽ 2-3 ക്യാരക്ടേഴ്സാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, പല ഫോണ്ട് സൈസും അല്ലെങ്കിൽ പല ഡിറക്ഷനിലൊക്കെ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ. ഇപ്പോൾ ഫോണ്ടിൻ്റെ വാല്യൂ 0 to 4 വരെ വേരി ചെയ്യും. 0 to 4 വരെയുള്ള വാല്യൂസ് ഫോണ്ടാണ്. നെക്സ്റ്റ് ഡിറക്ഷൻ എന്നുള്ളത് 0 to 1, 0 1 രണ്ട് ഡിറക്ഷനിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിറക്ഷൻ. നെക്സ്റ്റ് ക്യാർ സൈസ് എന്നുള്ളത് 0 to 7 വരെ വേരി ചെയ്യും. ഇതാണ് ടെക്സ്റ്റ് സ്റ്റൈൽ, സെറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽ എന്നുള്ള ഫംഗ്ഷൻ. അടുത്തൊരു ഫംഗ്ഷനാണ് ക്ലിയർ ഡിവൈസ്. ഇറ്റ് ക്ലിയേഴ്സ് ദി ഗ്രാഫിക് സ്ക്രീൻ ആൻഡ് മൂവ്സ് ദി കറണ്ട് പൊസിഷൻ ടു ഹോം. ഇപ്പോൾ ഗ്രാഫിക് സ്ക്രീൻ, ആ ഒരു സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ക്ലിയർ ഡിവൈസ്. ആ ഒരു എൻ്റയർലി സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ഹോമിലോട്ട് എന്ന് പറഞ്ഞാൽ 0 0 നമുക്ക് പറയാം. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന സ്ക്രീനിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 0 0 എന്നുള്ള ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലുള്ള ആ പോയിൻ്റ്. ഇങ്ങനെ സ്ക്രീൻ ആണെങ്കിൽ ഈ ഒരു പോയിൻ്റാണ്, ഈ ഒരു പൊസിഷനിലെ പോയിൻ്റാണ് 0 0. അപ്പോൾ അവിടോട്ട് എന്താണ് ഒരു പൊസിഷൻ, കറണ്ട് പൊസിഷൻ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ ഡിവൈസ്. എൻ്റയർലി സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് പാരാമീറ്ററിൽ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. ക്ലിയർ ഡിവൈസ് ഇതാണ് ഒരു ഫംഗ്ഷൻ, ഫംഗ്ഷനാണ് ക്ലിയർ ഡിവൈസ്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് സെറ്റ് ഫിൽ സ്റ്റൈൽ. ഇറ്റ് സെറ്റ്സ് ദി ഫിൽ പാറ്റേൺ ആൻഡ് കളർ. അപ്പോൾ ഫിൽ പാറ്റേണും കളറും, കറണ്ട് ഫിൽ പാറ്റേണും ഫിൽ കളറും സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെറ്റ് ഫിൽ സ്റ്റൈൽ. പാറ്റേണിൻ്റെ വാല്യൂ 0 to 11 വരെ വരും. സെറ്റ് ഫിൽ സ്റ്റൈൽ അതിൻ്റെ സിൻടാക്സ് ആണ് സെറ്റ് ഫിൽ സ്റ്റൈൽ ഇൻ പാറ്റേൺ ഇൻ കളർ. 2 പാരാമീറ്റേഴ്സ് ആണ്, ഇൻ പാറ്റേൺ ഉണ്ട്, കളറും ഉണ്ട്. അവിടെ പാറ്റേണിൻ്റെ വാല്യൂ 0 to 11 വരെ വേരി ചെയ്യും. പല പാറ്റേണാണ്. അപ്പോൾ ഒരു ഇമേജിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പല പാറ്റേണാണ്. എക്സാമ്പിൾ ഇതൊരു ഇമേജാണ്, നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഈ ഒരു എന്താണ് സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഇതാണ്. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വരാം. അടുത്തെന്താണ് ഇങ്ങനെ ഈ രീതിയിൽ പാറ്റേൺ വരാം. പിന്നെ വേറൊരു പാറ്റേൺ ഇതാണ്, ഇങ്ങനെ ഡോട്ട് എന്താണ് പാറ്റേൺ. ഇങ്ങനെ പല പാറ്റേൺ വെച്ച് ഇതിന് ഫില്ല് ചെയ്യുന്നു. അവിടുത്തെ കളറും. അപ്പോൾ സെറ്റ് ഫിൽ സ്റ്റൈൽ. അപ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ ഫംഗ്ഷനാണ്. അടുത്തൊരു പ്രോഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഒളിമ്പിക് സിമ്പൽ ഡ്രോ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ്. ഒളിമ്പിക് സിമ്പൽ നിങ്ങൾക്കറിയാമല്ലോ, എത്രയാണ്? 5 സർക്കിളാണ് ഇവിടെ ഒളിമ്പിക് സിമ്പൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഒളിമ്പിക് സിമ്പൽ ക്രിയേറ്റ് ചെയ്യണം. ഒളിമ്പിക് സിമ്പൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ രീതിയിലാണ് ഔട്ട്പുട്ട് വരേണ്ടത്. 5 സർക്കിൾ, മേളിൽ 3 സർക്കിൾ, കഴിഞ്ഞ് താഴെ ഇങ്ങനെ 2 സർക്കിൾ. ഈ രീതിയിലാണ് സർക്കിൾ വരാനുള്ളത്. ഇനി ഓരോ സർക്കിളിന് ഓരോ കളറാണ്. ഇത് ബ്ലൂ ആണ്, ബ്ലൂ കളർ. നെക്സ്റ്റ് ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ. നെക്സ്റ്റ് റെഡ് കളർ, ഇത് റെഡ് കളർ. നെക്സ്റ്റ് യെല്ലോ കളർ, ഇത് ഗ്രീൻ കളർ. ഇങ്ങനെ 5 കളറാണ്.
ഈ രീതിയിൽ സർക്കിളിനെ സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഒളിമ്പിക് സിമ്പൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ നോക്കുക, ഈ പ്രോഗ്രാം പെർഫോം ചെയ്യുക. ഇതാണ് പ്രോഗ്രാം ചെയ്ത് ഔട്ട്പുട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.